ഹലോ ഗൈസ്, ഫസ്മിന സക്കീറിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതുവരെ ആളുകൾ ഇങ്ങനെ പോയിട്ടില്ലാത്ത വേറൊരു ആംഗിളിലൂടെ എങ്ങനെ ഈ വിഷയത്തെ കാണാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ശ്രമമാണ് ഗൈസ് ഈ വീഡിയോയിൽ. ഫസ്മിന സക്കീർ, ലലുബി, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരിപ്പോൾ ലലുബി ഇങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഫസ്മിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറേ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, പക്ഷെ അവളെൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സംഗതി. അതൊന്ന്. ഫസ്മിനയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിന് റിയാക്ഷൻ ആയിട്ട് മാത്രമല്ല, അവൾ ഓളുടേതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെ അവൾക്ക് തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ് ഫസ്മിന അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ഷൻ കൂടി ഇതിൽ കിടക്കുന്നുണ്ട് കേസ്. അപ്പോൾ ലലുബിയും സഫയുമായിട്ട്, മെഹനാസിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സഫയുമായിട്ട് എന്തോ ഡിങ്കോളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലേ ബോയ് ആണ് ലലുബി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എനിക്ക് അവൻ പ്ലേ ബോയ് ആണോ അല്ലേ, അല്ല ജിഗോളാണോ അല്ലേ എന്നുള്ള ഇവിടുത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവനൊരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. പിന്നെ ഇതിൽ ഒരു ട്രോമ ബോണ്ടിലാണ് ലലുബിയുടെ പിന്നാലെ ഫസ്മിന നടന്നുകൊണ്ടിരിക്കണത് എന്നൊരു സംഗതി തോന്നിയിട്ടുണ്ട് കേസ്. എനിക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പം തൊപ്പിയായിട്ടുള്ള ഒരു ബ്രേക്കപ്പിന് ശേഷം ഇപ്പോൾ തൊപ്പീനെ പറ്റിച്ചു ഫസ്മിന എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പിക്ക് എന്താ വെച്ചാൽ വലിയൊരു ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ തൊപ്പീനെ ആരും കുറ്റം പറയൂല, പലപ്പോഴും ഫസ്മിനേനെയും. അപ്പോൾ ഇവിടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തൊപ്പീനെ പറ്റിച്ചിട്ട് ഫസ്മിന പോയി എന്ന് പറയുമ്പോൾ ഫസ്മിന പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരുത്തനായിരുന്നു, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അവന് താല്പര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിവായത് എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവളോടുള്ള അങ്ങനെ ഒരു അട്രാക്ഷൻ അവനില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്തതുകൊണ്ടോ അവൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര കെയർ കിട്ടാത്തതുകൊണ്ടോ ഉള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇവൻ ഒരു ജിഗോളോ അല്ലെങ്കിൽ ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സായിട്ട് പ്രത്യേകിച്ച് ഇമോഷണലി കണക്ഷനൊന്നും ഇല്ലാത്ത എന്നാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരുത്തൻ എന്ന രീതിയിലുള്ള ലലു കണക്ഷൻ ആകുമ്പോൾ എന്തായിരുന്നു ചവളി വിചാരിച്ചാൽ അത് കെയറിങ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ എത്ര സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവന് കുറേ പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് ഫസ്മിന എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവന് താല്പര്യമില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ആങ്കറും ഈ ഒരു സങ്കടം, ഈ ഒരു ട്രോമ, ഈ ഒരു സാധനം കാണിക്കും വേണം അല്ലേ. അപ്പോൾ അവൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അവനെക്കുറിച്ച് തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 100 അടുത്ത് അവന് ഞാൻ എന്ത് അവസരങ്ങൾ കൊടുത്തു എന്നിട്ടും അവനെ ചതിച്ചു എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യൻ 100 അവസരങ്ങളൊക്കെ ഒരാൾക്ക് കൊടുക്കുമോ എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട് കേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവൾക്ക് കിട്ടാത്ത കെയർ കുറച്ചെങ്കിലും ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു രീതിയിലായിരിക്കും അവന് ഇത്രയും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പലർക്കും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുണ്ട്, ആങ്സൈറ്റി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. അതായത് ഇവൻ പോവോ ഇയാൾ പോവോ എന്നുള്ള രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. ചിലവർക്ക് എന്താ വെച്ചാൽ അവരിങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും ആൾ പോവോന്ന്. വേറെ ചിലവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രോമ ബോണ്ടായിരിക്കും എന്ന് വെച്ചാൽ, ഒരാൾ എത്രത്തോളം ഒരു പട്ടിയുടെ വിലയും കൂടി അയാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പിന്നാലെ ഇങ്ങനെ നടക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം നമ്മളെ വേണ്ടത്ര കെയർ ചെയ്യണില്ല അങ്ങനെയാണ്, പക്ഷേ വിട്ടുപോകാൻ പറ്റില്ല. അതായത് വേറൊരാൾ നമ്മളെ കെയർ ചെയ്യണില്ല, അപ്പോൾ ഇയാളിൽ നിന്ന് കുറച്ചെങ്കിലും ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഒരു 1% കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, ലോട്ടറിയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നെ സ്നേഹിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ഈവൻ ഈ പല ആളുകളും ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്യാസ് ലൈറ്റിങ് സാധനങ്ങൾ. അതായത് അത് നിൻ്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വസ്മിനോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ വസ്മിൻ ശരിയാണ്, അതിൻ്റെ തെറ്റാണ് എന്നുള്ള രീതി അങ്ങനെ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നെ നമ്മൾ പറയുന്നത് സെൽഫ് ഹാം ചെയ്യുന്ന ഒരു പരിപാടി ഇവൾക്കുണ്ട്, ഇവൾക്ക് ബൈപ്പോളാർ ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. കേസ് അറിയില്ല, നമുക്ക് കാര്യങ്ങൾ അറിയില്ല, നമ്മൾ ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ സംസാരിക്കും ശരിയല്ല. ഇവിടെ എന്തൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കുന്നുണ്ട്, അത് സൈക്കാട്രിസ്റ്റിനെ കണ്ടതായിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിൽക്കാത്ത സംഗതികളാണ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സംഗതി അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഫസ്മിനയുടെ ലലുബി ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നിരുന്നത്, ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വസ്മിന എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കാലിബറുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വലിയ രീതിയിലൊരു തരംഗമായി തരംഗം എന്നല്ല, ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, ഒരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കെൽപ്പുള്ള വ്യക്തിയാണ്. അപ്പോൾ അവൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോയി അടിപൊളിയാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ഈ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള, അപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നല്ല രീതിയിൽ ആക്റ്റീവായ ആളുകളുടെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും, വേണ്ടത്ര കെയർ കിട്ടുന്നില്ലായിരിക്കും, ട്രോമയായിരിക്കും, സെൽഫ് ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും, ഭയങ്കര മൂഞ്ചി തിരിഞ്ഞ അവസ്ഥയിലായിരിക്കും, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളുകളായിരിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ഗൈസ്. ഇതൊന്നും പലപ്പോഴും നമുക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആവേശം കാണിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇത്രത്തോളം ആവേശം അല്ലെങ്കിൽ ഇവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയ രീതിയിലൊരു വൈബ് ഉണ്ടാക്കുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഫാസ്മിന സക്കീറിനോട് എനിക്ക് എല്ലാവരും ഫാസ്മിന സക്കീറിനെ ഇങ്ങനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയുള്ളത്, ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള ഒരുത്തൻ്റെ, ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പുള്ള ഒരുത്തൻ്റെ കയ്യിൽ ഫാസ്മിന സക്കീറിനെ പോലുള്ള ഒരാൾ എത്തിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവൾ ഒരു ചിലപ്പോൾ തൊപ്പിയോട് അതായത് എന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ചെയ്തതായിരിക്കാം. പറയുന്നുണ്ടല്ലോ, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റീല് പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി കൈ പിടിച്ചിട്ട് റീല് പോസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഗുളിക മറ്റേ മിഠായി ജ്യൂസിലോ എന്തിലോ കലക്കി തന്നു, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യത്തെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് സംഭവിക്കുന്നത്, അത് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി. അപ്പോൾ അത് അവൾ ഭയങ്കര ഞാൻ മറക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കാണിക്കുന്നില്ലായിരിക്കും, അവളതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതായിരിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ പല പെൺകുട്ടികൾ എന്താ വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. അതേ സമയത്തോളം കെയറിൻ്റെ അങ്ങേ തലകീഴുള്ള ഒരു സംഗതിയായിരിക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ പ്ലേ ബോയ് ജിഗോളോ രീതിയിലുള്ള ഒരു ആണിനെ സംബന്ധിച്ചോളം എന്താ ചെയ്തു, ഇവർക്ക് ഒരു വിഷയമല്ലായിരിക്കും. ഇവർക്ക് ഒരാൾ പോയി അടുത്ത ആൾ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ആണുങ്ങളുടെ കയ്യിലാണ് നല്ല ആത്മാർത്ഥമുള്ള പെണ്ണുങ്ങൾ പോയി ചാടുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പലപ്പോഴും. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കയ്യിൽ പെടുന്നുണ്ട്, എന്നിട്ട് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. മറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നല്ല ഇമോഷണലി ഒരുത്തിയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന, അവളെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, അതിന് ശ്രമിക്കുന്ന ആണുങ്ങൾക്കൊരു പറ്റൊരു വിലയും കൂടി ഇവിടെ പലപ്പോഴും പെണ്ണുങ്ങൾ കൊടുക്കില്ല. ഇങ്ങനെയുള്ള പ്ലേ ബോയുടെയും കള്ളന്മാരുടെയും സക്കാളുടെ റൊമാൻറ്റിക് എന്ന രീതിയിൽ വെറുതെ കാട്ടിക്കൂട്ടുന്ന ആണുങ്ങളുടെ പിന്നാലെ ആയിരിക്കും പലപ്പോഴും പെണ്ണുങ്ങൾ. അപ്പോൾ ഇത് പെണ്ണുങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. അവസാനം സെൽഹാം ചെയ്തിട്ട് ഇവള് പറയുന്നുണ്ട് ഇങ്ങനെ ചൂടുവെള്ളം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ എത്തിയ ഭയങ്കര പ്രശ്നമാണ്. അവൻ്റെ ലൈഫ് പോയി ആർക്കുപോയി. പിന്നെ അതുമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുറേ ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കേസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുക, പറ്റുന്ന രീതിയിൽ ആളുകളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്കൊരു പാഠമാണ് കേസ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് ഒരു സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ വേദന കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒന്നുണ്ടായിരിക്കും, പല സാഹചര്യങ്ങളുണ്ട്, ജീവിതമല്ലേ. പക്ഷേ നമ്മളൊരു സക്സസ്ഫുൾ ആവുന്ന സമയത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതേപോലെ എപ്പോഴും ഈ സാധാരണ മനുഷ്യരിൽ ഒതുങ്ങി കൂടാണ്ടിരിക്കുക, വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കുക. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുക. അനാഥാലയങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിനോ ഡ്രസ്സിൻ്റെ കാര്യത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കാശ് മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ യാത്രകൾ ചെയ്യുക. യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ നല്ല ആളുകളെ കണ്ടുമുട്ടുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കും, ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ സാധിക്കും, നോവൽ എഴുതാൻ സാധിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേഷനായി ഒരു ബുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫാസ്മിനയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളത്, അവൾക്കൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷനോ അല്ലെങ്കിൽ പോയട്രി കളക്ഷനോ അല്ലെങ്കിൽ നോവലോ അങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന കൂട്ടർ അങ്ങനെ എന്തെങ്കിലും സംഗതികളോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക, എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ചെയ്യാനോ ഒക്കെയുള്ള കെൽപ്പുള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് അവരുടെ വീഡിയോസിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഫാസ്മിന സക്കീറിനെ പോലുള്ള ഒരുത്തി എനിക്ക് തോന്നുന്നത് ഇമോഷണലി ഒരുപാട് ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ, ഫാസ്മിന സക്കീറിൻ്റെ കുറച്ച് സെൻസിറ്റീവായ ഒരാൾ ഫാസ്മിന സക്കീറിൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയിട്ട് ഫാസ്മിന സക്കീറിൻ്റെ ലൈഫ് അടിപൊളിയാവുമെന്നാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എനിക്ക് ഫാസ്മിന സക്കീറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി, ഭയങ്കരമായിട്ട് എന്താണ് ഇങ്ങനെ ഒരുത്തി എന്നുള്ള ലെവലിലൊക്കെ. അപ്പോൾ ഫാസ്മിന സക്കീർ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരുത്തിയാണ് രീതിയിലൊക്കെ പല ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല കേസ്. ഫാസ്മിന സക്കീർ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ വളരെ രീതിയിൽ ആങ്സൈറ്റി ഉള്ള, എന്താ പറയുക, വേണ്ടത്ര കെയർ കിട്ടാത്ത, കുറേ ആൾക്കാരാൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള,
ലൈഫിൽ ഒരുപാട് ലോൺലിനെസ് അനുഭവിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ലലുബിയെപ്പോലുള്ള ആണുങ്ങൾ അപ്പുറത്തുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി. ദാരുണമായ ഒരു അവസ്ഥ. അപ്പോൾ വസ്മിന സക്കീറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയുള്ളത് ഇത് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ക്ലോഷർ ഇല്ലാണ്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ വലിയ വിഷയം തോന്നുന്നു കേസ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇവനെതിരെ വീഡിയോ ചെയ്തിട്ടും ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വരുന്നു ഓള് എന്നൊക്കെ ഒരു സംഗതി. അതെന്താ വെച്ചാൽ ട്രോമ ബോണ്ടിങ്ങിൻ്റെ ഒരു സംഭവം. അതായത് വേറൊരാൾ നമ്മളെ കെയർ ചെയ്യാനില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനൊരു അവസ്ഥ വരുമ്പോഴൊക്കെ വിഷയമായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ വേണ്ടി നമ്മുടെ ഊർജ്ജവും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് നമുക്ക് റിയൽ ലൈഫിൽ പലപ്പോഴും പലതും നഷ്ടപ്പെടും കേസ്. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കേണ്ടതായിരിക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ലല്ലോ, വേറെ പലതും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ കാര്യമുണ്ട് ഇത് പറയുമ്പോഴാണ് വേറെ ആളുടെ കാര്യം എനിക്കിവിടെ പറയാൻ തോന്നുന്നു കേസ്. മറ്റേ ഇവൻ്റെ പേരെന്താണ്, സൈക്കോ കള്ളനല്ലേ, സൈക്കോ കള്ളൻ. അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും അവൻ്റെ പെണ്ണുമില്ലേ 18 വയസ്സിൽ ചാടി പോയിട്ടുള്ള ഒരു തീ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു സോനെ. അപ്പോൾ ഇവർ വേറെ എവിടെ താമസിക്കുന്ന ലെവലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അമ്മായിയമ്മയായിട്ട്, അത് ഇവൻ്റെ അമ്മയായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു സോനയ്ക്ക്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ അവൾ താമസിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ, 6 മാസത്തോളം എന്തോ. അപ്പോൾ അവിടെ നിന്ന് 2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് ഡിമെൻഷ്യ ഉണ്ടായിരുന്നു, ഈ അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി, ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്. അപ്പോൾ എന്തായിരുന്നു, ചെറിയ കുട്ടിയെ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ മൈൻഡ് സെറ്റ് അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചങ്ങായി വയലൻ്റ് ആകാൻ തുടങ്ങി. സോന ഭാര്യനെ കയറി പിടിച്ചു. അതേപോലെ ആ ചങ്ങായി മലമൂത്ര വിസർജനൊക്കെ റൂമിൽ തന്നെ ചെയ്യും. അതായത് മൂപ്പരുടെ ആ അമ്മച്ചൻ്റെ വൈഫ് മരിച്ചു. അപ്പോൾ ഇയാളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഈ മൂപ്പരും സൈക്കോളൻ്റെ വൈഫായ സോനയും ഒക്കെ അവിടെ നിന്ന്. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കത്രയാവാൻ തുടങ്ങി അവിടെ. അപ്പോൾ ഇവർ മൂപ്പർ പറയുന്നുണ്ട് മൂപ്പര് കയറി പിടിച്ചു പോകുന്നൊക്കെ രീതിയിൽ സൈക്കോളം പറയുന്നുണ്ട്. അത് അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാൻ സാധ്യത കേസ്. അതേപോലെ മലമൂത്ര വിസർജനൊക്കെ റൂമിൽ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിട്ടൊക്കെ മൂപ്പരുടെ ഓർമ്മ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കാര്യമായിരിക്കും, ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്നതിൻ്റെ വിഷയമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതാണ്, നമ്മൾ അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റണില്ലായിരുന്നു പറയുന്നത്. അതായത് അവർ ആ ഒരു ലൈഫിൽ പെട്ടുപോയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പോൾ അതാണ് കേസ്. അവരെ പേഴ്സണൽ ലൈഫിൽ അവരെ വീഡിയോസ്, എന്നാലും അവർ ഇടയ്ക്കൊക്കെ വീഡിയോസ് ചെയ്തായിരുന്നു. നമുക്ക് തോന്നുന്നു ഇടയ്ക്ക് അവർ വീഡിയോസ് കാണുമ്പോൾ അവർ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർ അത്രത്തോളം രീതിയിൽ വീഡിയോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഏത് രീതി പോസിറ്റീവ് നെഗറ്റീവ് എന്തായിക്കോട്ടെ, അവർ സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ എത്ര വീഡിയോസ് ചെയ്യുന്നു എന്നല്ല, ഏതൊരു ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത്. അതായത് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ സംഗതികൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പേഴ്സണൽ ലൈഫിൽ അത്രയും ഇപ്പുറത്ത് പല ദാരുണമായ കാര്യങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഊർജ്ജം കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഗൈസ്. ഇപ്പോൾ പലരും ഇല്ലേ, അവരുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടായിരിക്കും ഇപ്പുറത്ത്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടായിരിക്കും ഇപ്പുറത്ത് ഓൺലൈനായിട്ടുള്ള ഒരു രീതിയിലൊരു സക്സസ് ഉണ്ടാക്കുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ തൊപ്പിയുടെ കാര്യം എടുത്ത് നോക്കി, പേഴ്സണൽ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായപ്പോഴാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ തൊപ്പി ഹിറ്റായി തുടങ്ങിയത്. അല്ലാണ്ട് ഇപ്പോൾ അന്നത്തെ കാര്യങ്ങളിൽ മാത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തൊപ്പിയെങ്കിൽ ഇപ്പോഴും തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും തൊപ്പി ആ ഒരു ലൈഫിൽ പോയിട്ടുണ്ടായിരിക്കും. തൊപ്പിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്മിനയുടെ കാര്യം എടുക്കുക, അവളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് പേഴ്സണൽ ലൈഫ് അടിപൊളിയായിട്ട് കാണുമെങ്കിൽ ഒരു പക്ഷേ അവൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ആരോ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. സൈക്കോളൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരെയും. ഇപ്പോൾ ഈ മറ്റേ ഇവൻ്റെ ട്രാവലറിൻ്റെ ട്രാവലോഗ് ബൈ ചിത്രനല്ലേ, ചിത്രൻ്റെ അവസ്ഥ ആലോചിക്ക്. അവൻ നാടും വീടും ഒക്കെ വിട്ടിട്ടാണ് അവൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോയത്. അവൻ ഒരുപാട് ആട്ടും തുപ്പും കുത്തുവാക്കുകളും ഒക്കെ പരിഹാസമൊക്കെ കേട്ടിട്ടാണ് ഏറ്റവും അവസാനം നല്ല രീതിയിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഒരവസ്ഥയിലാണ്. എൻ്റെ ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ വലിയ ഡ്രമാറ്റിക്കായ രീതിയിൽ ഒരുപാട് സെറ്റപ്പ് വെച്ചിട്ടോ വീഡിയോസ് ചെയ്യുന്ന ഒരു ലെവലിലല്ല, നമ്മുടെ അഭിപ്രായം പറയാവുന്ന ഒരു സംഗതിയാണ്. ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കുറച്ച് അടിപൊളിയായിട്ടൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ നെഗറ്റീവായ സാധനങ്ങളൊന്നും വീഡിയോസിൽ അങ്ങനെ പൊതുവെ പറയില്ല. ആളുകൾക്ക് വേണ്ടത് ഈ നെഗറ്റീവായ സംഗതിയാണ്, അതാണ് അവസ്ഥ. അപ്പോൾ അവിടെ പറഞ്ഞു തരണത് അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ ഫസ്മിനയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഫസ്മിനയുടെ വിഷയത്തിലുള്ള അഭിപ്രായം ഇങ്ങനെയാണ് ഗൈസ്. ഫസ്മിന എന്ന് പറയുന്നത്
പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഹിറ്റ് മേക്കർ എന്നുള്ള ഒരു ലെവലിലേക്ക് അവളുടെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അട്ടർ ട്രാജഡി ആയ ഒരു രീതിയിലുള്ള സംഗതിയാണ്. അത് പലപ്പോഴും എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു സംഗതി ഇതാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരാളോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് വിശ്വസിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളില്ലാത്തൊരവസ്ഥയ്ക്ക് വരും. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ളൊരു സംഗതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴും ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരാളുടെ അടുത്ത്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഊർജ്ജം നഷ്ടപ്പെടും. നമുക്ക് തന്നെ ചില സമയത്ത് ക്ലാരിറ്റി ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുക, അതും ഇതൊക്കെ ചെയ്യേണ്ടായിരിക്കും. അതിപ്പോൾ ഒരാളുടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഊർജ്ജം അതോടുകൂടി പോകും. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. പിന്നെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ്, ഒരു ഡാർക്ക് പീരിയഡ് ഉണ്ടായിരിക്കും. അത് ആരെങ്കിലും പറ്റിക്കപ്പെട്ടതായിരിക്കാം, കാശില്ലാത്ത അവസ്ഥയായിരിക്കും, അസുഖങ്ങളായിരിക്കും, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. ദാരിദ്ര്യമായിരിക്കാം, നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചു പോയിട്ടുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ളൊരു യൂ ടേൺ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. വലിയൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലൈഫ് തിരുത്താനാവാത്ത രീതിയിൽ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ സാഹചര്യങ്ങളുടെ ഒരു സംഗതി കൂടിയാണ് കേസ്. നമ്മൾ വിചാരിക്കണ പോലെ ഇതാവണമെന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച സത്യം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയും, ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ശരിക്കും വലിയ മാറ്റങ്ങൾ വരുന്നത്. ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് കേസ് എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ചെറുപ്പത്തിൽ നിന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ പോകുന്ന സ്റ്റേജിൽ കൂടെ നിന്ന് ഞാൻ പോകുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രഗിള്, പുച്ഛം, പരിഹാസം, ഒറ്റപ്പെടൽ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാം ഇതിൻ്റെയൊക്കെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും അനുഭവിച്ചതിലൊക്കെ വലിയൊരു എന്തോ ഒരു സംഭവം ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ട് കേസ്. അറിയില്ല. എന്തായാലും ഫസ്മിന സക്കീറുമായുള്ള വിഷയം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്മിന സക്കീർ ഒരു പാവം പെണ്ണാണ് എന്ന് തന്നെയാണ് കേസ്. ഇന്ന് എഴുതിയിട്ട് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, ദുഷ്ടന്മാർ ദുഷ്ടത്തിലാണ് നല്ല പറയുന്നത്. ഫസ്മിന സക്കീർ എന്ന് പറഞ്ഞാൽ പ്രത്യേക കെയർ ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ അവളുടെ കൂടെ നിന്ന് അവളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ കൗൺസിലിങ്ങിന് അവനോ കൂടെ നിന്ന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് തോന്നുന്നത് കേസ്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തുക്കളില്ലെങ്കിൽ തന്നെ സുഹൃത്തുക്കളില്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടിട്ട് ഇത് എന്തിനാണ് നമ്മൾ ജീവിക്കണമെന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും കേസ്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു സുഹൃത്തെങ്കിൽ ഒരു സുഹൃത്ത് നമ്മുടെ ലൈഫിൽ പോകണം, എന്നാലും അടിപൊളിയുള്ളൂ. മറ്റേന്താ വെച്ചാൽ ഭയങ്കര വിഷയമാണ്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നും, നമ്മൾ സമൂഹത്തെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടും കാര്യം നമുക്ക് ഇങ്ങനെ തോന്നും നമ്മുടെ ലൈഫ് ഭയങ്കര വിഷയമാണ്, ആരോട് സംസാരിക്കാനില്ല, അങ്ങനെ. അപ്പോൾ ഫസ്മിന സക്കീറിന് അങ്ങനെ നല്ല സുഹൃത്തുക്കളെ കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഫസ്മിന സക്കീറിനെ പോലുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ ലൈഫിലും എന്താ പറയുക, അത് അയാളുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു കേസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫസ്മിന സക്കീറിനൊക്കെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കും ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേസ്. അങ്ങനെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ അല്ല ലലുബി എന്നുള്ളത് കൊണ്ടാണ് അവളിങ്ങനെ അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നു കേസ്. അപ്പോൾ അവളോട് അങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ അവളുടെ ലൈഫിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്കൊക്കെ ആളുടെ സംസാരിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻട്രോവേർട്ടാണ്, പക്ഷേ എനിക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്മിനയുടെ കാര്യം എന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളൊക്കെ നേരിട്ട് ഫസ്മിനെ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചങ്കുകാരലായിട്ടുണ്ടായിരിക്കും. പക്ഷേ നടക്കില്ല, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും അടിപൊളി.